ഹായ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് വളരെ കലറിയൊക്കെ കുറഞ്ഞൊരു റെസിപ്പി പരിചയപ്പെടുത്തി തന്നില്ലേ? ഇന്ന് അത്യാവശ്യം കലറിയൊക്കെ ഉള്ള, എന്നാൽ ഭയങ്കര റിച്ചായ, എന്താ പറയുക, ഫില്ലിംഗ് ആയ, നമ്മളെ ഭയങ്കര എനർജറ്റിക്കായി വെക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോട്ടീനും ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ള ഒരു റെസിപ്പി കാണാം. ഓക്കെ, ഇത് ഉണ്ടാക്കി കൊടുത്ത എല്ലാവരും ഭയങ്കര ഇതിൻ്റെ ഒരു ഫാനായി മാറിയിട്ടുണ്ട്. പലർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഓരോരുത്തർ ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്ന് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ആക്റ്റീവായിട്ടുള്ളൊരു ദിവസമാണ്, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊന്നും അധികം സമയം കിട്ടുന്നില്ലെങ്കിൽ ഇതൊരെണ്ണം രാവിലെ കഴിച്ചിട്ട് പോയല്ലേ, നിങ്ങൾക്ക് ഭയങ്കര എനർജറ്റിക്കായിട്ട് അന്നത്തെ ദിവസം മുഴുവൻ നിൽക്കാൻ പറ്റും. അത് കാരണം, അതായത് അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഇത്. മറ്റൊന്നുമല്ല, നമ്മുടെ അവക്കാഡോ ടോസ്റ്റ് വിത്ത് ഫ്രൈഡ് എഗ്. ഫ്രൈഡ് എഗ് എന്ന് കേട്ട് പേടിക്കണ്ട. അതിൽ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ മാത്രമേ അതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ റെസിപ്പി. ഇതിലേക്കൊരു ചെറിയ അവക്കാഡോ ആണ് എടുത്തിരിക്കുന്നത്, 80 ഗ്രാംസ് വരുന്നത്. ഇപ്പോൾ വലുതാണെങ്കിൽ ഹാഫ് എടുത്താൽ മതി. അതിൽ ആവശ്യത്തിനുള്ള ഒരു 2 സ്പൂൺ അനിയൻസ്, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗ്രീൻ ചില്ലി ചേർക്കാം. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവധികം വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ചേർക്കുക. ഒരു ചെറിയ കഷ്ണം ലെമൺ ജ്യൂസും കൂടെ ചേർക്കുക. ഇത് നന്നായി മാഷ് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, അവക്കാഡോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫാറ്റുള്ളതാണ്. അത് കാരണം ഗുഡ് ഫാറ്റ്സ് ആണ്. പക്ഷേ അത് കാരണം ഹാഫ് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു ചെറിയൊരു പാനിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നമ്മളുടെ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഒരു ഹാഫ് ടീസ്പൂൺ, ഒരല്പം ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. അതിലേക്ക് ഒരു മുട്ട, നമ്മളുടെ ബുൾസൈനൊക്കെ പൊട്ടിച്ചൊഴിക്കുന്ന പോലെ യോക്കൊന്നും പൊട്ടാതൊന്നും ഒഴിച്ചാൽ നല്ലതായിരിക്കും. എന്നിട്ട് അത് നമ്മൾ ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിൻ്റെ മുകളിലൊരു ചെറിയൊരു വൈറ്റ് ലെയർ വരുന്നത് വരെ. അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റായിരിക്കും, പുറത്ത് നല്ല ഭംഗിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ ഒരു ഇതിൽ. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും കുരുമുളകും മുകളിലൊന്ന് വിതറി കൊടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ബ്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡബിൾ പ്രോട്ടീൻ ബ്രെഡാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ കിട്ടാനുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗൺ ബ്രെഡ് എടുക്കുക. അതിലേക്ക് ഈ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ അവക്കാഡോ മിക്സ്. അതിന് മുകളിലേക്ക് നമ്മളുടെ എഗ്ഗ് അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാലേ സംഭവം റെഡി. സൂപ്പർ ടേസ്റ്റാണ്. കൂടെ അലങ്കോലപ്പെടുത്താണെങ്കിൽ കുറച്ച് വെജീസൊക്കെ വെക്കുക, സാലഡ് ലീവ്സ് വേണമെങ്കിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി വീഡിയോസായിട്ട് വരുന്നതാണ്.